സത്യ ആഗ്രഹം പറ. ഏതെങ്കിലും കോടീശ്വരൻ മരിച്ചിട്ട് അയാളെ സ്വത്തും മൊത്തം എനിക്ക് എഴുതി തരും. ഒരിക്കലും നടക്കൂല അത്. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ച്. ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങിയിട്ട് കുറച്ച് മണിക്കൂറുകളായെങ്കിലും ചായ കുടിച്ച് ബാത്റൂം പോയി തിരിച്ച് വരുന്ന വഴിക്കാണ് എനിക്കിങ്ങനെ വീഡിയോ എടുത്താലോ എന്ന് തോന്നിയത്. അപ്പം ജസ്റ്റ് തുടങ്ങിയിട്ട് കുറച്ച് നേരമായെങ്കിലും ജസ്റ്റ് എനിക്ക് എടുക്കാൻ തോന്നി. അയ്യോ, റൂം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. വീഡിയോ എടുത്ത് വരുന്ന തിരക്കിൽ ജസ്റ്റ് റൂമൊന്ന് മാറിപ്പോയി. നമുക്കൊന്ന് ബാക്ക് അടിച്ച് പോകാം. ഇതാണ് എൻ്റെ റൂം, 1317. കുറേ കാലമായി ഇത് പറയണമെന്ന് വിചാരിച്ചിട്ട്. എപ്പോഴും ഒന്ന് റൂം ക്ലീനാക്കിയപ്പോൾ ഞങ്ങൾ പുറത്ത് എഴുതിയിട്ടില്ല, ചെറുപ്പം പുറത്ത് വെച്ചിട്ട് കയറിയാൽ മതിയെന്ന്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, കുറേ കാലമായി പറയണം വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ആരും കണ്ട് ഞെട്ടരുത്, ഞാൻ കുറച്ച് വൃത്തി കൂടുതലാണ്. ഹോസ്റ്റലിൽ ആരുമില്ല, എല്ലാവരും വീട്ടിലാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റഡി ലീവാണ്. ഈ ഒരു 2-3 ആഴ്ച പറഞ്ഞാൽ ഒരു എക്സാം സീസണാണ്. അധികം ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ എല്ലാവരും പഠിക്കുന്നൊരു ടൈം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ഇഷ്ടമുള്ളൊരു സ്ഥലം, ഞങ്ങൾ എല്ലാവരും അടി ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇരുന്ന് എല്ലാം കാണാം, നല്ല വ്യൂ ആണ്. ആരൊക്കെ വരുന്നു പോകുന്നു എല്ലാം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. എനിവേ, ഇതാണ് ഞങ്ങളുടെ മാട്രൺ. ഇനി കുറച്ച് എന്തായാലും രാവിലെ എണീച്ച് മുഖം കഴിഞ്ഞ് കുറച്ച് സ്കിൻ കെയർ ചെയ്യണമല്ലോ. സ്കിൻ കെയർ ചെയ്യാനായിട്ട് എനിക്ക് അധികം സാധനമൊന്നുമില്ല. ജസ്റ്റ് എനിക്കൊരു മോയ്സ്ചറൈസർ ഇടണമായിരുന്നു, അത് തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരാഴ്ച മുമ്പ് ഹോസ്റ്റലിൽ മൊത്തം ചിക്കൻ ബോക്സ് ആയിരുന്നു. അതുകൊണ്ട് ഹെൽത്ത് കെയർ എന്ന ഒരു ഗുളികയാണ്. രാവിലെ 4 വൈകുന്നേരം 4. എനിക്കിത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവർ 4 പറയുമെങ്കിലും ഞാനൊരു 5-6 ഒരു രാവിലെ കഴിക്കും, വൈകുന്നേരം ഇതേമാതിരി കഴിക്കും. ഒരു 10-15 ഞാൻ കഴിക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. വേഗം ഗുളിക വേഗം തീരുന്നുണ്ട്. എനിവേ, ദിസ് ഈസ് സോ ടേസ്റ്റി ഗുളിക, ഹോമിയോ ഗുളിക. അത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അത്യാവശ്യം കുറച്ച് പഠിക്കാനുള്ളതിനെ കൊണ്ട് ഇനി കുറച്ച് പഠിക്കാൻ വിചാരിച്ചു. കുറച്ചധികം പഠിക്കാനുണ്ട്. ആദ്യം എനിക്കിങ്ങനെ കുറേ സ്ക്രോൾ ചെയ്ത് കളിക്കണം, എന്തോ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്, ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്. എത്ര ഉണ്ടെന്നൊന്നും അറിയാനും വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളിക്കുമ്പോൾ എന്തോ ഒരു സമാധാനം എന്തോ ഒന്ന് കിട്ടും. അതിനെക്കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ 5-6 പ്രാവശ്യം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളിക്കും പഠിക്കാനുള്ളത്. ആക്ച്വലി എനിക്ക് നല്ല മടിയാവുന്നുണ്ട് പഠിക്കാനായിട്ട്. നല്ല മടി പറഞ്ഞാൽ നല്ല മടി. പക്ഷേ ഇനി വരുന്ന വെള്ളിയാഴ്ച എക്സാമാണെന്ന് ആലോചിക്കുമ്പം പഠിക്കാതിരിക്കാനും പറ്റുന്നില്ല. എൻ്റെ ബാക്കിൽ ഒരുത്തിയുണ്ട്, ചുമ്മാ അങ്ങനെ കളിച്ചിരിക്കുന്ന റീലും കണ്ടിട്ട്. ഇവിടെ റീലിടുമ്പോൾ എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുന്ന മാതിരിയുണ്ട്. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പെണ്ണ് കാണാനില്ല. എന്തെങ്കിലും ഉണ്ടാവുമല്ലോ തുടങ്ങാതിരിക്കാൻ വേണ്ടി, കുറേ കാരണം ഉണ്ടാവും. അങ്ങനെ ഒരു പെണ്ണ് കിട്ടി, ഞാൻ പഠിക്കാൻ വിചാരിച്ചു. ഇങ്ങനെ സപ്ലി ഇല്ലാതെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പാസ്സായി പോകാൻ മെയിൻ കാരണം വെച്ചാൽ ഈ ഹോസ്റ്റൽ തന്നെയാണ്. കാരണം ഈ ഹോസ്റ്റലിൽ എക്സാം ടൈമിൽ മാത്രമേ എല്ലാവരും ഇരുന്ന് പഠിക്കണം ഞാൻ കണ്ടിട്ടുള്ളൂ. അത് പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നാലും റൂമിലൊക്കെ ആണെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ രാവിലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഞങ്ങൾ എക്സാം ടൈമിൽ നമ്മളെ റൂം ലൈറ്റ് ഓഫ് ചെയ്യലൊന്നുമില്ല. ഓരോരുത്തരും ഇങ്ങനെ ഓരോ ഷിഫ്റ്റായിട്ടാണ് പഠിക്കുക. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 12 മണിക്ക് കിടക്കാൻ നേരത്തെ ഞാൻ ഗായത്രി പറയും, ഗായത്രി ഇന്നൊരു 1 മണി 2 മണിയാകുമ്പോൾ വിളിക്കണേ പറയും. അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ തന്നെ വിളിക്കും. എന്നിട്ട് ഓൾ കിടക്കാൻ നേരത്തെ ആൾ ചിലപ്പോൾ ജമോളോട് പറയും, ജമോൾ നീ എപ്പോൾ എണീക്കുക, ആ ടൈമിൽ തന്നെ വിളിക്കണം. അങ്ങനെ ഓരോരുത്തരിങ്ങനെ ഷിഫ്റ്റ് അടിക്കുക ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിച്ചതാവുന്നിട്ടല്ലോ വിളിക്കും. ആക്ച്വലി ആ ടൈം ലാപ്സ് കുറച്ച് നേരം ഉണ്ടായിരുന്നു. സോ അത്രയും നേരം ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു. പിന്നെ ഞാൻ ഇത് ഫോണിൽ ചാർജില്ല കണ്ടപ്പോൾ ഞാൻ അത് ഓഫാക്കിയിട്ട് കുറച്ച് നേരം കൂടി ഇരുന്ന് പഠിച്ചു. പിന്നെ ഗൈസ് ഞാൻ പഠിച്ചില്ല, ഞാൻ റീലും കണ്ടിരുന്നു. കുറച്ച് ഫുഡും കഴിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് മൂടില്ലായിരുന്നു. പിന്നെ റീൽസ് ഒരു 1.5 മണിക്കൂർ റീൽസിലും ഫോണിലും ഞാൻ വെറുതെ കളഞ്ഞു. People call me crazy because നോക്കി നടന്നിട്ട് വീഴുകയാണെങ്കിലും ഇല്ല. തുടങ്ങിയത് എനിക്കത് കുറച്ചുണ്ട്. അടുത്തു എനിക്കുണ്ട്. ചെയ്യുമ്പോൾ നമുക്ക് ചോറ് കഴിക്കാം ഗൈസ്. കറി ശരിയാ. മറ്റേ ചമ്മന്തി ഒരു സാധനം. ഫുഡിന് അപാര രുചിയെ കൊണ്ട് അത് മതിയാക്കേണ്ടി വന്നു. പക്ഷേ വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടും വിശന്നിരിക്കാൻ പറ്റാത്തത് കൊണ്ടും ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വിചാരിച്ച്. പക്ഷെ അവർ ഫോൺ എടുക്കുന്നില്ല. വിശപ്പ് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ കഴിക്കുന്നൊരു ഫുഡാണ് അരിപ്പൊടി. ഞാൻ ഇതിന് അരിപ്പൊടി എന്ന് പറയും. ഇത് അരി വറുത്ത് പൊടിച്ച് അതിൽ ശർക്കര പിന്നെ നിലക്കടല അതൊക്കെ ഇട്ടിട്ടുള്ളൊരു സാധനമാണ്. ഇതാണ് ഇവിടെ ഫുഡ് മോശമാകുമ്പം ഞാൻ രാവിലെയും വൈകുന്നേരവും രാത്രിയും ഒക്കെ കഴിക്കുന്ന ഒരു സാധനം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാണുമ്പോൾ വലിയ ലുക്കില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. ഇവിടെ എല്ലാവർക്കും ഇതിങ്ങനെ വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കഴിക്കാനാണ് ഇഷ്ടം. എന്താ അറിയില്ല, എനിക്ക് വെള്ളം ചേർത്ത് കഴിക്കുമ്പം കുറച്ചും കൂടി ടേസ്റ്റ്. പക്ഷെ ഇവിടെ ആർക്കും വെള്ളം ചേർത്ത് കഴിക്കാൻ തീരെ ഇഷ്ടമല്ല. വെള്ളം വെച്ച് വേണം കട്ടു. ഇനി എന്താ ചെയ്യേണ്ട അറിയില്ല. എനിക്കാണെങ്കിൽ ബോറടിക്കണേ, പഠിക്കാനുള്ള മൂടുമില്ല. ഇവളാണെങ്കിൽ കിടന്നുറങ്ങണേ, ഞാനാണെങ്കിൽ ഫോൺ നോക്കി ഇങ്ങനെ സ്റ്റൈലാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ചുമ്മാ പുറത്തേക്ക് നോക്കിയിരിക്കാനും ഒരു രസമാണ്. പിന്നെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ കുറോളല്ല വെറുതെ ഇരിക്കുന്നതിന് ശേഷം ഞാൻ ചായ കുടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ എന്ത് ചെയ്യാം, മുളകും കൂടി
ഇതാണ് ഞങ്ങളുടെ ബ്ലോക്ക്. AC ബ്ലോക്ക്, ഇലക്ട്രിക്കൽ ബ്ലോക്കും ഇവിടെ തന്നെയാണ്. പിന്നെ ചായ കുടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ പണി വെച്ചാൽ ചെടീൻ്റെ വിത്ത് ഇങ്ങനെ പൊട്ടിച്ച് കളിക്കലാണ്. അപ്പോൾ ഗൈസ് ബോറടിച്ചപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് പോവാണ്. എൻ്റെ മോഡൽ വെയിൽ പോണതിന് മുമ്പ് നമുക്ക് മറ്റേ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന ഒരു മലയല്ലേ, LH മല, അവിടേക്ക് പോവാം. ഇവിടുന്ന് കുറേ പേര് നോക്കുന്നുണ്ട്. എവിടെ ഗൈസ് KVയിലെ പിള്ളേരൊക്കെ ആകുമ്പോൾ നോക്ക്. ഓക്കെ, ഇത് കുറച്ച് പറിച്ചു പോയാലോ? അട്ട ഉണ്ടായിരുന്നു ആദ്യം. എന്നെന്തായാലും വെയിലൊക്കെ പോയി. അവിടെ ഒരു നായ ഉണ്ട്. ഇന്നലെ നമ്മള് കണ്ട നായ 1 2. ഓ, എടി കുറച്ച് കല്ല് കൈ പിടിച്ചോ. ആ, നാളെ പഠിക്കാമെന്ന് അറിയണ്ടേ. വെയിലുണ്ട് കേട്ടോ. ആ ഒരു ചെറിയ വെയിൽ നമുക്ക് എടുക്കാം. ഞാൻ അണ്ണാച്ചി മാരിയും ഓള് മാറ്റിട്ടു. ഞാൻ ഡ്രസ്സ് കിട്ടി ഈ കാട്ടിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിള്ളേർ വിചാരിച്ചവർക്ക് വട്ടായിട്ട് വരാൻ പറ്റും. എനിക്ക് ആ നായനെ വേണ്ടിയിട്ടില്ല. 3 ഉണ്ട് കേട്ടോ. കല്ലില്ലേ കയ്യില്? കല്ലുണ്ട്, 4 കല്ലുണ്ട്. എന്തൊക്കെ ഒച്ച കേക്കണ്. അവിടെ ഉണ്ടായിരുന്ന വെയിലിപ്പം കാണുന്നില്ല. ഇവിടെ എഴുതാം വേണോ? പിന്നെ എനിക്ക് മതിയില്ല. നമ്മളൊന്നും മിസ്സായില്ല. ഗൈസ്, ഇടുക്കി ഡാം. ഡാമെന്ന് പറയാൻ മാറ്റമല്ലേ? ഇത് ചെറുതോണി ഡാമല്ലേ? വന്നപ്പോ നമ്മുടെ ഈ സ്ഥലം ഇല്ലായിരുന്നല്ലോ. എപ്പോഴോ പ്രാവശ്യം മഴ കണ്ടപ്പോ ഇതിലാരില്ല.
ഞങ്ങൾ അവിടെ പോയി വരുമ്പോഴേക്ക് 2 ആൾക്കാരുണ്ട് ഗൈസ് ഇവിടെ നിൽക്കണം. കുറച്ചും കൂടി ക്ലോസ് അപ്പിൽ എടുക്കും. നല്ല ചീന ലുക്കിൽ തന്നെ പന്നിക്കുട്ടിയോ ഒരാൾ ബൈ. അയ്യോ അതെ ഞങ്ങൾ ഈ വീഡിയോ പുറത്തിടാൻ പറ്റില്ല കേട്ടോ. ഞാൻ പുറത്തു ഇത് മോഡലിന്റെ ഭാവിയെ ഞാനും നോക്കിക്കായിരുന്നു ഞാൻ നിൽക്കും. ഇതെന്താ സാധനം? കുഞ്ഞു ഇതൊന്ന് ഫ്ലാഷ് അടിക്കാണെങ്കിൽ വളരെ വ്യക്തമായിരുന്നെങ്കിൽ ഇത് കീരിയ കീരി അത് ഇതിന്റെ വാല് ഉണങ്ങിയില്ലല്ലോ. പക്ഷെ ശരി അത് ഉണങ്ങി ഇതായിരുന്നു പേപ്പർ അയക്കണം. ഇതൊട്ട് വയ്ക്കണം. ഇതെല്ലാം കിഞ്ഞു നടക്കുന്നത് വാരിയെല്ലാം കിഞ്ഞു പോയിരുന്നു. ഓ മൈ ഗോഡ്. കീരി ഡൈനോസർ കുട്ടി എടുക്കടി. ആ കണ്ണിന്റെ ഇതൊക്കെ രസമുണ്ട്. അല്ലേ നീ ഇപ്പൊ എടുത്തേനെ. ഇനി എന്റെ ആഗ്രഹം പറ. ഞാൻ കോടീശ്വരി ഞാൻ കോടീശ്വരി ആവോ ചോദിക്ക്. കോടീശ്വരിയാവോ? ആ ചെറുതായിട്ടാവട്ടോ. സ്നേഹയുടെ യൂട്യൂബ് ചാനൽ റീച്ച് ആകോ? കോടീശ്വരി പണക്കാരി ലക്ഷം മില്യൺ അതാ മില്യൺ എന്തേലൊക്കെ നടക്കപ്പോ. ഈ സെം എക്സാം എല്ലാം പാസ്സാവോ? ആരാന്ന് പറഞ്ഞില്ലേ? സ്നേഹ ഈ സെം എക്സാം എല്ലാം പാസ്സാവോ? എക്സാം എല്ലാം പാസ്സാവോ? അടിച്ചടിച്ചടിച്ചടിച്ച് ഇനി എന്താ ചോദിക്കാ? ഒരു ആഗ്രഹം പറയും. ഏതേലും കോടീശ്വരൻ മരിച്ചിട്ട് അയാളെ സ്വത്ത് മൊത്തം എനിക്ക് എഴുതി തരുമോ? ഒരിക്കലും നടക്കൂല അത്. അതാ ഒരിക്കലും നടക്കൂല. എനിക്ക് മുട്ടോരം മുടി വല്ലരും മുട്ടോളം മുടി. നാളെ എനിക്ക് നാളത്തേക്ക് ഒരു ആഗ്രഹം ഇല്ല. അതായിപ്പോയി. അതെന്നാ പിന്നെ അത് പറഞ്ഞ് നടക്കി നാളെ കിട്ടല്ലോ. ഒരു ഐഫോൺ. എനിക്ക് നാളെ ഒരു 500 രൂപ കളഞ്ഞിട്ടുന്നത്. അതിന് പുറത്തിറങ്ങണ്ടേ? ശരിയാ. എന്നാ ഇന്ന് ഇന്റെ 500 രൂപ നാളെ കാണാതെ പോയാൽ അതിന്റെ എനിക്ക് കളഞ്ഞിട്ടില്ല. ഇതാണ് പ്രൂഫ്. എനിക്ക് കളഞ്ഞിട്ടില്ല. മോഷിച്ചതല്ല. അപ്പൊ ഇന്റെ ആഗ്രഹം എന്തൊക്കെയോ നടക്കുന്നാണ് മിന്നല് പറഞ്ഞത്. വെളിച്ചം കൊണ്ട് കാണാത്താണെങ്കിലോ അവിടെ കുറച്ച് വെളിച്ചമില്ല. പോയി എന്നിട്ട് പിടിയടി. കാവ്യ 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 കളിക്ക് കാവ്യ. മിനിമം 10 സെക്കൻഡ് അങ്ങനെ നിൽക്കാം. തൊട്ട് തൊട്ട് ഓടിച്ചോട്ടോടെ പേടിക്കുന്നു. എടാ ഊട്ടി കാവ്യ കാവ്യ സീൻ തന്നെ. ഇനിയാരാ? ഇനി ഏത് ഗ്രൂപ്പാ? അപ്പുറത്തെ ഗ്രൂപ്പിന് പോയി. ഏത് ഗ്രൂപ്പാണ്? ഞാൻ കാവ്യയുടെ ഗ്രൂപ്പ്. കാവ്യൻ്റെ. ഓ എന്നാൽ ഞാൻ അപ്പുറത്തെ ഗ്രൂപ്പാവാം. കാവ്യൻ്റെ അല്ലാത്ത ഗ്രൂപ്പ്. ആദിത്യ നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു.
ആദിത്യം എന്നാ പറഞ്ഞു ഏയ്ഷ് കളിക്ക് ഇവളെ. ഇവരെന്താണ് കളി നിർത്തിയ? അതായത് അവൾ വന്നോണ്ടേ ഗൈസ് ഒരു നമ്മൾ മൈൻഡ് ആക്കട്ടെ, കളിച്ചോളൂ. ഇവിടെ ഫ്രണ്ട്സ് ഓട്ടോമാറ്റിക്. അത് ശരിയാ, അത് ശരിയാ, അത് ശരി. കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ആരാണത്? നിന്റെ ടീമിൽ നിന്ന് ആരിറങ്ങി? മഞ്ഞ മഞ്ഞ എടാ നമുക്ക് സ്പോർട്സിനുണ്ട്, കബഡി കൊണ്ടുവരാൻ പറഞ്ഞാലോ? അത് സീനായിരിക്കൂലേ? തോറ്റി കൊടുക്കല് ഗൈസ്. ഞാനിവിടെ കിടന്ന് ആഘോഷിക്കുന്ന അവര് കാണുന്നുണ്ടോ? നിങ്ങള് അതാരാ? എന്റെ ടീമാണല്ലോ അല്ലേ? ബ്രൗൺ ബ്രൗൺ എന്റെ ടീം അറിയാം. അതും കാവ്യാ? 2 കാവ്യകളോ? ഗാർഡിയനാ ഓള് തോണ്ടിപ്പോ വരില്ലോ. അതാ അതെന്ത് ഫോളോ ആണോ? അത് ശരിയല്ല. ഞാൻ ആ ടീമൊന്ന് മാറാൻ പോവാണ്. ഇപ്പുറത്തെ ടീമിലേക്ക് ടീമാണല്ലേ നിങ്ങള്. മഞ്ഞ തൊളിച്ചാണേ. മഞ്ഞ കേറി. അപ്പൊ അതാണോ? അങ്ങനെയാണോ? അങ്ങനെ എന്തോ ഉണ്ട്. അങ്ങനെ എന്തോ ഒരാളെ കയറ്റ അങ്ങനെ എന്തൊക്കെ റൂളില്ലേ? ബായ് ബൈ ബൈ ഗായ്സ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ബ്ലോഗ് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഉറങ്ങാൻ പോവാണ് എന്നൊക്കെ ഒരു ഷോയ്ക്ക് പറയാണ്. ഉറങ്ങാനൊന്നും പോവല്ല, ചുമ്മാ കിടക്കുന്ന ഫോൺ കളിക്കും. ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങൂല, ചിലപ്പോൾ ഞാൻ അങ്ങനെ ഫോൺ കളിച്ചിരിക്കും. അത്രേ ഉള്ളൂ. അപ്പം ബൈ, ഗുഡ് നൈറ്റ് ഗായ്സ്.